നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മാടക്കത്തറ പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നെൽ കർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡി വിതരണ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. റഷ്യൻ ആക്രമണത്തിൽപ്പെട്ട് അന്തരിച്ച ബിനിൽ ബാബുവിന്റെ മൃതശരീരം നാട്ടിലെത്തിക്കുന്നതിനും ചികിത്സയിൽ കഴിയുന്ന ജെയിൻ കുര്യനെ നാട്ടിലെത്തിക്കുന്നതിനും ആവശ്യമായ യാതൊരു ഇടപെടലുകളും തൃശൂർ MP-യും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ. പായിൽ പിടിച്ച് നിറമങ്ങിയ മതിലുകളെ വർണ്ണാഭമാക്കി വെള്ളാനിക്കര യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് മാനേജ്മെന്റ് വിഭാഗം വിദ്യാർത്ഥികൾ. വാർത്തകൾ വിശദമായി. മാടക്കത്തറ പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക മേഖല, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, കുടിവെള്ളം, പാർപ്പിടം, ശുചിത്വം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാന്ത്വന പരിചരണം, ആരോഗ്യം, മാലിന്യ സംസ്കരണം, വനിതാ ബാല വയോജന ഭിന്നശേഷി സൗഹൃദം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PS വിനയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യ അതിഥികളായി പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, പഞ്ചായത്ത് അംഗങ്ങളായ സാവിത്രി രാമചന്ദ്രൻ, പുഷ്കരൻ VG, പുഷ്പ ചന്ദ്രൻ, KP പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് ബാബു, IS ഉമാദേവി, സുമിനി കൈലാസ്, പഞ്ചായത്ത് സെക്രട്ടറി VG ശ്രീകല, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലും ഭാരവാഹികളും സാരഥികളും ഉൾപ്പെടെ പങ്കെടുക്കുന്ന യോഗമാണ്. സാധാരണഗതിയിൽ നമ്മുടെ പഞ്ചായത്ത് പ്രത്യേകിച്ചും കൃഷിക്കും മൃഗസംരക്ഷണം സൗകര്യകരമായി ആസൂത്രണത്തിന് എപ്പോഴും ഒരു പൊതു ആസൂത്രണം ഇല്ലായ്മയാണ്. പല കേന്ദ്ര സർക്കാരുകളുടെ ഫണ്ട് അതുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന് പഞ്ചായത്ത് മെമ്പർമാരാണ് രാഷ്ട്രീയ അധീനം. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് അവർ നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പഞ്ചായത്ത് നിയമസഭയുമായി ബന്ധപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ട പ്രദേശത്തേക്ക് കൊടുക്കുക എന്ന ആലോചനയെ നമ്മൾ നടന്നത്. മേഖലയിലേക്കാണ് നമ്മൾ പണം ചെലവഴിക്കേണ്ടത്. ആ മേഖലയോടെ നമുക്ക് പറയാവുന്ന ജില്ലയിൽ തന്നെ വളരെ അടിമക്ഷം ഒരു പഞ്ചായത്തിലെ എല്ലാ PWD റോഡും പൂർണ്ണമായി BMDC ആകുന്ന നമ്മുടെ ജില്ലയിലെ തന്നെ ആദ്യത്തെ പഞ്ചായത്തായി മാടക്കത്തറ പഞ്ചായത്ത് മാറുകയാണ്. നെൽ കർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡി വിതരണ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന നെൽ കർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡിയുടെ ആനുകൂല്യ വിതരണോദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ തെരഞ്ഞെടുത്ത 7 കർഷകർക്കുള്ള ധനസഹായം യോഗത്തിൽ മന്ത്രി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ 57 പഞ്ചായത്തുകളിലെ നെൽ കർഷകർക്കായി 2 കോടി രൂപയാണ് ഈ വർഷം ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, മെമ്പർമാരായ സജു, ഷീല, അജയ് ഘോഷ്, മായ, ബെന്നി ആന്റണി, സുഗത ശശിധരൻ, വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ഷേർലി തുടങ്ങിയവർ പങ്കെടുത്തു. റിക്രൂട്ട്മെന്റ് ചതിയിൽപ്പെട്ട് റഷ്യൻ കൂലിപ്പട്ടാളമായി ഷെല്ലാക്രമണത്തിൽപ്പെട്ട് അന്തരിച്ച ബിനിൽ ബാബുവിന്റെ മൃതശരീരം ഉറ്റവർക്കൊരു നോക്ക് കാണുവാനും ചികിത്സയിൽ കഴിയുന്ന ജെയിൻ കുര്യനെ ആരോഗ്യത്തോടെ നാട്ടിലെത്തിക്കുവാനും ആവശ്യമായ യാതൊരു ഇടപെടലുകളും തൃശൂർ MP-യും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞു പോയതിനു ശേഷം MP എന്ന നിലയിൽ ഇദ്ദേഹത്തെ ജനങ്ങൾക്ക് കാണുവാനും സാധിക്കുന്നില്ല. BJP-ക്കാർക്ക് പോലും ഇദ്ദേഹത്തെ സമീപിക്കാൻ കഴിയുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. നിരവധി ചെറുപ്പക്കാർ ഇന്ത്യയിൽ നിന്നും അനധികൃത റിക്രൂട്ട്മെന്റ് ചതിയിൽപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നുവെന്നും
അവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കാലം കഴിഞ്ഞ് 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടും തൃശൂർ പട്ടണത്തിലെ നിരവധി റോഡുകൾ തകർന്നു കിടക്കുകയാണെന്നും അടിയന്തരമായി റീടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്നും രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിലെ 2 ഗ്രൗണ്ട് ഫ്ലോറിൽ കക്കൂസ് മാലിന്യം കെട്ടിക്കിടന്ന പകർച്ചവ്യാധി പകർത്തുന്ന സ്ഥിതിയിലാണെന്നും താൽക്കാലിക പൈപ്പിട്ട് റോഡ് ക്രോസ് ചെയ്ത് മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നുവെന്നും ആയതിനാൽ ഹൈലൈറ്റ് മാളിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനും ഉപനേതാവ് EV സുനിൽ രാജ് എന്നിവർ പറഞ്ഞു. രാജൻ ജെ പല്ലൻ, ജോൺ ഡാനിയൽ, EV സുനിൽ രാജ്, ജയപ്രകാശ് പോർനികൽ, മുകേഷ് കുളപ്പറമ്പിൽ, കെ രാമനാഥൻ, ശ്രീലാൽ ശ്രീധർ എന്നിവർ സംസാരിച്ചു. പായൽ പിടിച്ച് നിറം മങ്ങിയ മതിലുകളെ വർണ്ണാഭമാക്കി വെള്ളാനിക്കര യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് മാനേജ്മെന്റ് വിഭാഗം വിദ്യാർത്ഥികൾ. വെള്ളാനിക്കര യൂണിവേഴ്സിറ്റിയും കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച പ്രോജക്റ്റിന്റെ ഭാഗമായാണ് വെള്ളാനിക്കര കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നിറം മങ്ങിയ മതിലുകൾക്ക് പുത്തൻ നിറച്ചാർത്ത് ലഭിച്ചത്. മതിലും പരിസരവും സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. ആർട്ടിസ്റ്റ് മിജ വിജയന്റെ നേതൃത്വത്തിൽ 10ഓളം വിദ്യാർത്ഥികളാണ് 2 ദിവസം കൊണ്ട് മതിലിൽ വർണ്ണ കാഴ്ച ഒരുക്കിയത്. കാർഷിക ഉപകരണങ്ങൾ, കൃഷിരീതികൾ, വളപ്രയോഗം തുടങ്ങി കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങളാണ് മതിലിൽ വിദ്യാർത്ഥികളുടെ കരവിരുതിൽ മനോഹരമായി വരച്ച് വിസ്മയം തീർത്തത്. ഇത്തരമൊരു അനുഭവം വളരെ വ്യത്യസ്തമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ മേരി റെജീന കൂടി ഒപ്പം ചേർന്നതോടെ 2 ദിവസം കൊണ്ട് നടത്തിയ പരിശ്രമം വർണ്ണാഭമായി. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കൃഷി വിജ്ഞാന കേന്ദ്രവും കൂടി ചേർന്നിട്ട് നമ്മുടെ CCPM സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു കൃഷി വാൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് നമ്മൾ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ കോളേജിൻ്റെ എസ്തെറ്റിക്സ്, പിന്നെ അതുപോലെ ഈ ബൗണ്ടറി വാൾ, ഈ കോമ്പൗണ്ട് വാളിൻ്റെ എസ്തെറ്റിക്സും കൂടി കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്യാനും ഈ ഒരു ഏരിയനെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷനിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് കുട്ടികളുടേതായ കോർപ്പറേഷനോട് അവർ നന്നായി തന്നെ കോർപ്പറേറ്റ് ചെയ്തു. ഞാൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ആർട്ടിസ്റ്റാണ്, സ്മിജ വിജയൻ എന്നാണ് പേര്. കൂടെ നമ്മുടെ സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ഫാക്കൽറ്റീസും കൂടെ ഉണ്ട്. അവരുടെ എല്ലാം സഹകരണത്തോടു കൂടെ നമ്മൾ ഈ വാള് നല്ല രീതിയിലൊന്ന് ബ്യൂട്ടിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രൈവറ്റ് ബസ്സുകളിലെ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ ജോലികൾക്ക് ഇനി മുതൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരിക്കുമെന്ന് ഗതാഗത വകുപ്പ് അറിയിച്ചു. സുരക്ഷിതവും ഉത്തരവാദിത്വമുള്ള യാത്രാ സംവിധാനത്തിനായി 1 മാസത്തിനകം എല്ലാ ബസ്സുകളിലും വിശദമായ പരിശോധന നടത്തും. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് ജോലി തുടരാൻ അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം.
എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO certified laboratory. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം കാഴ്ചപ്പന്തൽ കാൽനാട്ടൽ ചടങ്ങ് മേൽശാന്തി ഗോപാലകൃഷ്ണൻ, കോമരം പള്ളിയത്ത് മാധവൻ നായർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്നു. ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, ജനറൽ സെക്രട്ടറി PR സുരേഷ് കുമാർ, ട്രഷറർ MP പ്രമോദ്, വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് ശങ്കരൻകുട്ടി, സെക്രട്ടറി വൈശാഖ്, കുമരനെല്ലൂർ ദേശം സെക്രട്ടറി വിപിൻ, വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് അജിത് കുമാർ മലയ, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ തുളസി കണ്ണൻ എന്നിവർ പങ്കെടുത്തു. കൽദായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനം മാർത്തമറിയം വനിതാ സമാജം മെഗാ കുടുംബസംഗമം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കുര്യാക്കോസ് മാർ ക്ലിമിസ് ബാവ അധ്യക്ഷനായിരുന്നു. 50 വർഷം പൂർത്തിയായ ദമ്പതികളെ മേയർ MK വർഗീസ് ആദരിച്ചു. ബസ്കോമ മേരിക്കുട്ടി, ഫാദർ ജെയ്സൺ ജോൺ, റെജി പൗലോസ്, ഫാദർ ജോമോൻ ജോസഫ്, ഫാദർ വികാസ് വടക്കൻ, CP ബെന്നി എന്നിവരും സംസാരിച്ചു. ഫാദർ ജിജു വർഗീസ് സ്വാഗതവും സിജി എലിയാസ് നന്ദിയും പറഞ്ഞു. ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള വനിതാ സമാജത്തിൻ്റെ പേരിലുള്ള മെഗാ കുടുംബ സംഗമം
പുതിയ കാലത്ത് ഏറ്റവും ഗംഭീരമായ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള അനുഭവങ്ങളിലൊന്നാണ് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു പോയിട്ട് കൃത്യം 4 മണിക്ക് തന്നെ യോഗത്തിൽ എത്തിച്ചേരാം എന്ന് രജിച്ചേട്ടനോടും ഫാദർ ജിജു വർഗീസിനോടുമൊക്കെ നേരത്തെ തന്നെ ഏറ്റതാണ്. മാന്നാമംഗലത്ത് നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര തിരുവേനി യാക്കോബായ സുറിയാനി സഭയുടെ തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ മെത്രോപൊലിത്ത എന്ന നിലയിൽ മാത്രമല്ല, വ്യക്തിപരമായ ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് തിരുമേനി ഉൾപ്പെടെ കാത്തു നിൽക്കുന്ന ഒരു ചടങ്ങിലേക്ക് വൈകി വരാൻ പാടുള്ളതേ അല്ല. എന്നാൽ കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് കരുതി യാത്ര ചെയ്യുന്നതിനിടയിലുണ്ടായ 2 അപകടങ്ങൾ ഇത്തിരി നേരം വൈകി ഞാൻ രജിച്ചേട്ടനോട് തുടങ്ങി വെച്ചോളാൻ നേരം. തൃശൂർ സെന്റ് ജോസഫ് CLP സ്കൂളിന്റെ വാർഷിക ദിനാഘോഷവും ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ നവീന CSSTയുടെ യാത്രയപ്പ് സമ്മേളനവും നടന്നു. സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സലീഷ് NS ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ റോസ് മാർഗരറ്റ് CSST അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ വിനയ CSST, ഫാദർ ജിൻഡോ മാഞ്ഞൂരാൻ CMI, ലോക്കൽ മാനേജർ സിസ്റ്റർ സ്മിത CSST, PTA പ്രസിഡന്റ് മുസ്തഫ KM, സ്റ്റാഫ് സെക്രട്ടറി ജിനി ജോസഫ്, സ്റ്റാഫ് പ്രതിനിധികളായ മെഴ്സി ആന്റണി, ജോളി വർഗീസ്, സ്കൂൾ ലീഡർ വേദിക എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വാർത്തകളിലേക്ക്. കുണ്ടുകാട് സെന്റ് ജോസഫ് ചർച്ച് സംയുക്ത തിരുനാൾ ജനുവരി 17 മുതൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഞായറാഴ്ച നടന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ പ്രതീഷ് കല്ലാക്കൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി.
ഓപ്പറേഷൻ സജാഗിന്റെ ഭാഗമായി കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്ത് കൊടുങ്ങല്ലൂർ പോർട്ട് ഓഫീസർക്ക് കൈമാറി. മുനമ്പത്ത് നിന്ന് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ എറണാകുളം ജില്ലയിലെ ചേന്നമംഗലം കരിപ്പായിക്കടവ് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മനാമി എന്ന പേരിലുള്ള സ്പീഡ് ബോട്ട് യാതൊരുവിധ അനുമതിപത്രമോ രേഖകളോ ഇല്ലാതെയാണ് കടലിലൂടെ സഞ്ചരിച്ചത്. അഴീക്കോട് അഴിമുഖത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ശക്തമായ തിരയടിയിൽ അമിത വേഗതയിലും അശ്രദ്ധമായും മനുഷ്യജീവന് അപകടം വരത്തക്ക രീതിയിലും കടലിലൂടെ ഓടിച്ച ഉല്ലാസ ബോട്ട് ശ്രദ്ധയിൽപ്പെട്ട ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പട്രോളിംഗ് ബോട്ട് സംഘം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി. രാജ്യസുരക്ഷയ്ക്കും മനുഷ്യജീവനും ഭീഷണിയാകും വിധം കടലിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് ബോട്ടിന് പരിശോധനയിൽ വേണ്ടത്ര രേഖകളില്ലെന്ന് കണ്ടെത്തി. അഴീക്കോട് പോർട്ട് ഓഫീസിന്റെ അനുമതിയില്ലാതെ സഞ്ചരിച്ച ഉല്ലാസ ബോട്ട് മത്സ്യബന്ധന യാനമല്ലാത്തതിനാൽ കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകി. പോർട്ട് കൺസർവേറ്റർ ബോട്ട് പരിശോധിച്ച് പിഴ ഈടാക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാടക്കത്തറ പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായുള്ള വികസന സെമിനാർ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നെൽ കർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡി വിതരണ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. റഷ്യൻ ആക്രമണത്തിൽപ്പെട്ട് അന്തരിച്ച ബിരിൽ ബാബുവിന്റെ മൃതശരീരം നാട്ടിലെത്തിക്കുന്നതിനും ചികിത്സയിൽ കഴിയുന്ന ജെയിൻ കുര്യനെ നാട്ടിലെത്തിക്കുന്നതിനും ആവശ്യമായ യാതൊരു ഇടപെടലുകളും തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപ്പല്ലൻ. പായിൽ പിടിച്ച് നിറമങ്ങിയ മതിലുകളെ വർണ്ണാഭമാക്കി വെള്ളാനിക്കര യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് മാനേജ്മെന്റ് വിഭാഗം വിദ്യാർത്ഥികൾ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.